ഹായ് ഫ്രണ്ട്സ്, ഇത് നമ്മുടെ ചെറിയാൻ ദ്വീപിലേക്ക് പോകുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. ചെറിയാൻ ദ്വീപിലേക്ക് നമ്മൾ നമ്മുടെ ചെറിയ ബോട്ടിലാണ് പോകുന്നത്. ഏകദേശം ഒരു അരമണിക്കൂറോളം യാത്രയുണ്ട് ചെറിയാൻ ദ്വീപിലേക്ക്. കൽപ്പേനി ദ്വീപിൽ നിന്നുമാണ് നമ്മൾ അങ്ങോട്ട് യാത്ര പോകുന്നത്. ഒരു ഈവനിങ്ങിലാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത്. അന്നത്തെ ഒരു ദിവസത്തെ സ്റ്റേ നമുക്ക് ഇവിടെയാണ്. ആ ദ്വീപിൽ ആൾതാമസമൊന്നുമില്ല. അങ്ങനെ നമ്മൾ നമ്മുടെ കുടിക്കാനുള്ള വെള്ളവും ബാക്കിയുള്ള ഫിഷിംഗ്, സ്വിമ്മിങ് എല്ലാ ഐറ്റംസും എല്ലാം കൂടി ബോട്ടിൽ വാരിക്കെട്ടി നമ്മൾ പോവുകയാണ്. കര ഏകദേശം കാണുന്നു. അങ്ങോട്ടേക്കുള്ള എത്താറായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മളിതാ ചെറിയാൻ ദ്വീപിലോട്ട് അടുത്ത് എത്തിക്കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ ക്യാപ്റ്റൻ അതാ കരയിലേക്ക് കാലുകുത്തി കരയിൽ നിൽക്കുന്ന പോസ്റ്റ് ചെയ്തിട്ടുള്ള ഫോട്ടോയാണിത്. ഇത് അവിടെ ദ്വീപിൽ കാണേണ്ടതാണ്. ഇങ്ങനെ അവിടെ ഇവിടെയെല്ലാം ഇടയ്ക്ക് കാണും. അതെല്ലാം ദ്വീപുവാസികളുടേതല്ല, അതെല്ലാം ഈ ഷിപ്പിൽ നിന്ന് വരുന്നതാണ്. ചെറിയാൻ ദ്വീപാണ് ഈ കാണുന്നത്. അങ്ങനെ നമ്മൾ മെല്ലെ കാലെടുത്ത് വെച്ച് ദ്വീപിലേക്ക് കയറിയിരിക്കുന്നു. ചെറിയാൻ ദ്വീപിൻ്റെ ഉൾക്കാഴ്ചയാണ് ഈ കാണുന്നത്. അവിടെ ഹെലിപാഡൊക്കെ അവിടെ ഉണ്ട്. ഹെലിപാഡാണ് ഈ കാണുന്നത്. ഇവിടെ ആൾതാമസമൊന്നുമില്ല. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വരിക, ക്യാമ്പ് ഫയർ, അടിച്ചുപൊളി, ബീച്ചിൽ ഫിഷിങ്, ഇതൊക്കെയാണ് ഈ ദ്വീപിൻ്റെ പ്രത്യേകത. കണ്ടില്ലേ, ആകെ നല്ല സെറ്റ് കാടും ഫോറസ്റ്റ് വിത്ത് കടലാണ്. കണ്ടില്ലേ, പിന്നെ ഒരു ഹെലിപാഡ് ഈ മൂലയിൽ കാണാണ്ട്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെ. ടൂറിസ്റ്റുകാർ വരുന്നു, പോകുന്നു. നല്ലൊരു ക്വൈറ്റ് നാച്ചുറൽ അറ്റ്മോസ്ഫിയറാണ് ഇവിടെ ഉള്ളത്. ഉണ്ടല്ലേ, സൂര്യാസ്തമയമായി, സൺസെറ്റ് അസ്തമയം കാണാനുള്ള ടൈമായി. ദ്വീപിൽ ഈ പറയുന്ന സാധനം കിട്ടില്ല കേട്ടോ. അങ്ങനെ അസ്തമയം ആവാറായി. ഇത് നമുക്ക് ദ്വീപിൽ നിന്ന് കളക്ട് ചെയ്തതാണ്. കുറേ കിട്ടിയിട്ടുണ്ട്, ഏകദേശം ഒരു 5-6 കിലോ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ദ്വീപിൻ്റെ ഉള്ളിൽ നമ്മുടെ താമസമായ സ്ഥലത്ത് ഒരു കട്ടൻ ചായയൊക്കെ അടിച്ച് സൊറ പറഞ്ഞിരുന്നു. അവിടെ ഇതുപോലെ ഊഞ്ഞാൽ, കുട്ടികൾക്ക് വരികയാണെങ്കിലും ഒരു തൊട്ടിയുടെ ഊഞ്ഞാലുണ്ട്. അങ്ങനെ നമ്മൾ ദ്വീപിലെ ചുറ്റുപാടും വീണ്ടും കറങ്ങിയടിച്ച് കാഴ്ചകൾ കാണുന്നു. ഇതൊരു നല്ല സീനറിയാണ് ദ്വീപിൽ നിന്നുള്ളത്. ഇരുന്നിട്ടുള്ള സൈറ്റാണ് അവിടെ. ഇതാണ് നമ്മുടെ അവിടുത്തെ സാധനങ്ങളെല്ലാം വയ്ക്കുന്ന ഒരു ഔട്ട് ഹൗസ്. നമ്മൾ അവിടെ കുറേ ഫോട്ടോഷൂട്ടുകളെല്ലാം ചെയ്തു. നല്ലൊരു ഏരിയ ആണ് കേട്ടോ. ഇതുപോലെ കാലൊക്കെ എടുത്ത് വയ്ക്കാനായിട്ട്, റെസ്റ്റ് എടുക്കാനൊക്കെ സ്ഥലമുണ്ട്. പിന്നെ നമ്മൾ അവിടുത്തെ കുറേ ഞണ്ടുകൾ, ചെറിയ ചെറിയ ഞണ്ടുകളുണ്ട് അവിടെ. ചെറുതും വലുതുമായ കുറേ ഞണ്ടുകളുണ്ട്. കാണാൻ തന്നെ നല്ല രസമാണ്. രാത്രിയിലെ ഷോട്ടുകളും ആണിത്. കണ്ടില്ലേ, നല്ല നല്ല ഞണ്ടുകൾ, വെറൈറ്റി തരത്തിലുള്ളതും പല രൂപത്തിൽ, പല ഭാവത്തിൽ, പല വേഷത്തിൽ ഉള്ളത് എല്ലാം അവിടെയുണ്ട്. ഇത് ഞങ്ങൾ പിടിച്ച മീനുകളാണ്. അത് ഗ്രില്ല് ചെയ്യാനാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ രാത്രിയിലേക്ക്. ചൂണ്ടയിട്ട് പിന്നെ കുറച്ച് നേരം ഫിഷിങ്ങിന് പോയി കുറച്ച് മീനെല്ലാം കിട്ടി. ഇത് ആ മീന് ശരിയാക്കുകയാണ്. നമ്മുടെ കൂടെയുള്ള ഫ്രണ്ട്സ് അവർ മീനെല്ലാം കട്ട് ചെയ്ത് ശരിയാക്കുന്നു.
ഇവിടെ നന്നാക്കുന്നു, അവിടെ ചുടുന്നു. പിന്നെ അതിനെ മസാലയും ഉപ്പെല്ലാം പുരട്ടി നല്ല ഇതിൽ വെച്ച് നമ്മൾ ചുട്ടെടുക്കുന്നു. ഇതാ നമ്മൾ കനലിൽ ചുട്ടെടുക്കുകയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. കണ്ടമാനം മീൻ കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ രാത്രിയിൽ ഒരു ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്തു. അതിന് തീയിട്ട് ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്യുന്നതാണ് ഇത്. പിന്നെ നമ്മൾ അത് സെറ്റ് ചെയ്ത് കുറച്ച് നേരം അതിൻ്റെ കൂടെ പാട്ടിൽ ലയിച്ചിരിക്കുകയാണ്. ഡാൻസും ഒക്കെ ഉണ്ടായിരുന്നു. ക്യാമ്പ് ഫയർ അടിപൊളിയായിരുന്നു. പാട്ട് മത്സരവും പാട്ടുപാടലും എല്ലാമായി അങ്ങ് കൊഴുത്തു. അതിനുശേഷം നമ്മൾ ആ പഞ്ചാരമണലിൽ താഴെ വിരിച്ചാണ് കിടന്നത്. നല്ല സൂപ്പർ ആണ് അതിൽ നീണ്ടു നിവർന്ന് കിടക്കാനായിട്ട്. പിന്നെ ബെഡ് ഉണ്ടായിരുന്നു, ടെൻ്റ് ഉണ്ടായിരുന്നു, അതൊക്കെയായിരുന്നു. ഇതൊക്കെ നമ്മൾ പിടിച്ച മീനുകളാണ് കേട്ടോ, ചുട്ടു തിന്നതും. അങ്ങനെ നമ്മൾ അവിടെ ചിലവഴിച്ചു. പിറ്റേ ദിവസം കാലത്ത് നമ്മൾ വെറുതെ റൗണ്ടിങ്ങിന് ഇറങ്ങിയതാണ്. ഇതൊക്കെ അവിടുത്തെ നല്ല നല്ല സീനറികളാണ്. അങ്ങനെ സീനറികളെല്ലാം കണ്ട് അവിടെ ഒരു ചെറിയൊരു മുസ്ലിം പള്ളിയുണ്ട്. ഈ ഫിഷിംഗ് ഒക്കെ ചെയ്ത് വരുന്നവർ അവിടെ പോയി പ്രാർത്ഥിക്കും. പിന്നെ അങ്ങനെ ആൾതാമസമൊന്നുമില്ലാത്ത ദ്വീപാണ്. അപ്പോൾ അവർക്ക് വന്ന് കുറച്ച് നേരം റെസ്റ്റ് എടുക്കുന്നു. അവർ അവിടെ ലക്ഷദ്വീപിലെ ചെറിയ ദ്വീപിലെ ഒരു ചെറിയ പള്ളി പോലെയാണ്. പിന്നെ ഇവിടെ ആരും ഇല്ല. ഇതൊക്കെ ഒറ്റപ്പെട്ട ഒരു ദ്വീപാണ്, ആൾതാമസമില്ലാത്ത ദ്വീപാണ്. വെറുതെ കറങ്ങാനും ഇതിനൊക്കെ തന്നെയാണ് ആൾക്കാർ ഇവിടെ വരുന്നത്. അല്ലാണ്ട് വേറെ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ആ പള്ളിയുടെ അകത്തേക്ക് ജസ്റ്റ് ഒന്ന് കാണാം. വേറെ ഒന്നുമില്ല. നിസ്കരിക്കാനുള്ള സൗകര്യം മാത്രമേ ഉള്ളൂ. ആരെങ്കിലുമൊക്കെ വരുന്നുണ്ടെങ്കിൽ ഫിഷിങ് ഇതിനൊക്കെ വരും, നേരത്തെ റെസ്റ്റ് എടുക്കാം. പിന്നെ അതിൻ്റെ ബാക്ക് സൈഡാണ് നല്ല ബീച്ച് സൈഡ്. കണ്ടില്ലേ, ചെറിയ ദ്വീപ് എന്ന് പറഞ്ഞാൽ ഇത് ആദ്യം ഇത്രേ ഉള്ളൂ. അവിടെ നമ്മുടെ ബോട്ട് എടുക്കുന്നുണ്ട് ആ സൈഡ്. ഇവിടെ കുറച്ച് മന്തക്കാട് ഇതൊക്കെ തന്നെ കാണാനുണ്ട്. പിന്നെ കടൽ. അങ്ങനെ നമ്മൾ അവിടുന്ന് വീണ്ടും നമ്മുടെ പിറ്റി ദ്വീപിലോട്ടാണ്. ഇതാണ് പിറ്റി ദ്വീപിൻ്റെ കാഴ്ചകൾ. അങ്ങനെ പിറ്റി ദ്വീപിലെ സീനറിയൊക്കെയാണ് ഇത്. അവിടെയും ആൾതാമസമൊന്നുമില്ല. ഇതുപോലെ കുറച്ച് സ്ഥലം മാത്രമേ അവിടെയുള്ളൂ. അങ്ങനെ പിറ്റി ദ്വീപ് ഒരു റൗണ്ട് അടിച്ച് കാണുകയാണ് നമ്മളിപ്പോൾ. പിന്നെ വന്നാൽ അവർക്ക് പക്കായിട്ടാണ് പ്രാക്ടിക്കല് എന്താ തൊട്ട് അറിയണം. അവർക്ക് അതിന്റെ ലൈവായിട്ടുള്ള അവരുടെ ഇതിലുള്ള ഇത് കാണാം. അതിന്റെ ഫോർമാലിറ്റി സാധനം ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെ പിറ്റി ദ്വീപിനെ കുറിച്ച് നമ്മുടെ ഫ്രണ്ട്സ് നമുക്ക് കാര്യങ്ങളെല്ലാം വിവരിച്ച് തരികയാണ് ചെയ്യുന്നത്. ആള് നമുക്കെല്ലാം വ്യക്തമായി നമുക്ക് പറഞ്ഞു തരുന്നു. ആള് അതിനെക്കുറിച്ച് അവിടെ കാര്യമായ ഒരു പഠനം എല്ലാം നടത്തിയിട്ടുണ്ട്. ദ്വീപ് നിവാസിയാണ് ആള്, കൽപ്പേനി ദ്വീപ് നിവാസിയാണ്.
പിന്നെ ഞാൻ കുറച്ച് ഫോട്ടോഷൂട്ടെല്ലാം അവിടെ നിന്ന് എടുത്തു. അങ്ങ് അകലെയായി കാണുന്നതാണ് അവിടെ ഒരു പന്തൽ കെട്ടിയിട്ടുണ്ട് റെസ്റ്റ് എടുക്കാനും. ഇതാണ് നമ്മുടെ ചെറിയം ദ്വീപ്, അല്ല തിലാക്കം, ചെറിയ തിലാക്കം ദ്വീപാണിത്. നല്ലൊരു ഫോട്ടോ വ്യൂ ആണ് ഇത്. നമുക്ക് ആ വഴി റിട്ടേൺ വരുമ്പോൾ നമ്മൾ കുത്തിപ്പിടിച്ച മീനാണ്. ഒരു കുന്തം പോലത്തെ ഒരു ടൂൾ വെച്ചിട്ടാണ് നമ്മൾ കുത്തിപ്പിടിച്ചത്. അതിനെ ബോട്ടിലിട്ട് നമ്മുടെ കരയിലേക്ക് കൊണ്ടുവന്ന് ഇതുപോലെ മീനുരുക്ക് എന്ന് പറയുന്ന ഒരു വിഭവം ഉണ്ടാക്കി കഴിച്ചു. അതിനുശേഷം നമ്മുടെ നാട്ടിലേക്കുള്ള യാത്രയിലാണ്. നമ്മുടെ നാട്ടിലേക്കുള്ള യാത്രയിൽ ദ്വീപ് നിവാസികളോടും എല്ലാം ടാറ്റ ബൈ ബൈ പറഞ്ഞ് നമ്മൾ നമ്മുടെ കപ്പൽ നടുക്കടലിലാണ് നങ്കൂരമിട്ടിരിക്കുന്നത്. നമ്മൾ യാത്രയിലാണ്. ദൂരം ഏകദേശം ഇനിയിപ്പോൾ ബോട്ടിലൊന്നും പോക്കുണ്ടാവില്ല. ഇല്ല, നമുക്ക് ആൾക്കാട് പോവാം. എല്ലാവരോടും, ഞങ്ങളോട് മാത്രമല്ല വരുന്ന എല്ലാ ഗസ്റ്റിനോടും അവർ നന്നായി പെരുമാറിയിട്ടുണ്ട്. അതിനുശേഷം നമ്മളുടെ കപ്പൽ നല്ല വലിയ കപ്പലാണ്. അവിടെ ഇതാ നമ്മൾ അങ്ങോട്ട് ഏകദേശം അടുത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആൾക്കാരെല്ലാം ഈ നമ്മൾ ബോട്ടിൽ കയറുന്നതെല്ലാം നോക്കാനായിട്ട് ഷിപ്പിൻ്റെ മുകൾ തട്ടിലുണ്ട്. നമ്മൾ നേരെ ഷിപ്പിലോട്ട് കയറി അതിനുശേഷം അവിടെ ലഗേജ് ഇറക്കുകയാണ് ദ്വീപിലേക്കുള്ളത്. ടിവിയും ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും പിന്നെ പച്ചക്കറികൾ, മീൻ എല്ലാം വാങ്ങി അവിടെ ഇറക്കുന്നുണ്ട് അവർ ഷിപ്പിൽ നിന്ന് ബോട്ടിലേക്കും ബാർജിലേക്കും. മുകളിലെ ക്രെയിൻ ഉപയോഗിച്ചാണ് അത് ഇറക്കുന്ന രംഗം. ഇതാണ് ഒരു വല പോലെ ഒരു കൊട്ട ഉണ്ടാക്കിയിട്ട് അതിലാണ് ഇറക്കുന്നത്. അതിനുശേഷം ഞങ്ങൾ ദ്വീപിലെ ക്യാൻറ്റീനിലേക്ക് പോയി അവിടെ നിന്ന് നമുക്ക് രാത്രിയിലുള്ള ഭക്ഷണം നമ്മൾ കഴിച്ചു. പിറ്റേ ദിവസം കാലത്ത് നമ്മൾ നമ്മുടെ കൊച്ചിയിൽ അടുക്കാറായതോടുകൂടി ലാസ്റ്റ് സൈറ്റ് വ്യൂ കാണുകയാണ്. ഇത് ഷിപ്പിനകത്ത് ക്രിസ്മസ് ആയതിനാൽ ഫുൾ ഡെക്കറേഷൻ ചെയ്തിരിക്കുകയാണ്. എല്ലാ ഏരിയയും കോറിഡോറും ക്യാൻറ്റീനും എല്ലാം അവർ, ക്യാപ്റ്റൻ്റെ റൂമും എല്ലാം അവർ നല്ല വൃത്തിയായി അലങ്കരിച്ചു. അതിനുശേഷം നമ്മൾ കൊച്ചിയിലെത്തി. നമ്മൾ തിരിച്ച് നമ്മുടെ വീട്ടിലോട്ട് അങ്ങനെ ഒരു